അതിന് നിങ്ങൾ എവിടെയെങ്കിലും ഗണപതിക്ക് നാരങ്ങമാല കണ്ടിട്ടുണ്ടോ? ഇല്ല. കൊടുക്കുന്ന ആർക്കാ? ഒന്നിലും മുരുകന് കൊടുക്കും, അല്ലെങ്കിൽ ഭദ്രയ്ക്ക് കൊടുക്കും. എടപ്പള്ളി ക്ഷേത്രത്തിലൊക്കെ ചെയ്യാറുണ്ട്. നമ്മളുടെ വീഡിയോ കണ്ടല്ലേ ചെയ്യുന്നത്. രോഹിത്തിന് മനസ്സിലാവുന്നില്ല. അതായത് നമ്മളിവിടെ വീഡിയോ ചെയ്ത് ഞാനാണ് ഇതെല്ലാം കൊടുക്കുന്നത്. വെള്ളം കുടിക്കാം, അച്ചാറിടാം, അത് ഗുണത്തിന് ഉപയോഗിക്കാനാണ് പറയുന്നത്. അതിന് പകരമായിട്ട് നിഷിക്കാണ്. നാരങ്ങകളൊക്കെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ അതാണ് പറഞ്ഞത്, നിഷിദ്ധമാണ്. ഓം വക്രതുണ്ടായ ഹുംഫട്ട് സ്വാഹ എന്ന് പറഞ്ഞ ഗണപതിയുടെ അസ്ത്രമന്ത്രമാണ്. അതിന്റെ അർത്ഥം എന്താ? അതായത് പലരും ധരിച്ചു വെച്ചാൽ ഗണപതി എന്ന് പറഞ്ഞാൽ കേതു എന്ന് പറയണേ. കേതു ഗണപതിയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? നവനീത ഗണപതി എന്ന് പറഞ്ഞാൽ ഭക്ഷണമാണ്. ഇപ്പൊ രോഹിതിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം വേണം, നല്ല രുചി വേണം. അപ്പോൾ ഉദ്ദേശിച്ച ഗണപതി. കുടുംബ കലഹങ്ങൾ ഒഴിവാക്കാം. പിന്നെ ഉച്ചശ ഗണപതി എന്ന് പറഞ്ഞാൽ അടുക്കള ഗണപതിയാണ്, അടുക്കള സമൃദ്ധി. അപ്പോൾ നമ്മൾ അട്ടപ്പാടിയിൽ 90 ഏക്കർ സ്ഥലം പോയി കണ്ടു. അന്ന് എൻ്റെ അടുത്ത് ഒരു സിനിമാ നടൻ വന്നിട്ടുണ്ട്. ഇദ്ദേഹമാണ് അവിടേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ അട്ടപ്പാടിയിൽ പൊതുവെ ആദിവാസികളുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മൾ പോയിട്ടൊന്നുമില്ല. അപ്പോൾ ആൾ ക്രിസ്ത്യാനിയാണ്. ആൾ പറയും അവിടെ ഒരു ധ്യാനം കൂടുന്ന ഒരു വലിയ പള്ളിയൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ ആളുകൾ ക്രിസ്ത്യനാണല്ലോ. അപ്പോൾ എന്തായാലും എറണാകുളത്തു നിന്നും കോട്ടയത്തു നിന്നൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ വരും. അപ്പോൾ നമുക്ക് അവിടെ പുള്ളി എൻ്റെ അടുത്ത് ആവാന പൂജ കഴിഞ്ഞ ആളാണ്, ഒറ്റയ്ക്ക് ക്ലബ് ചെയ്തല്ല, ഒറ്റയ്ക്ക് പൂജ ചെയ്ത ആളാണ്. അപ്പോൾ ആൾ എന്നോട് സിനിമയിലൊന്നും അഭിനയിക്കേണ്ടതെന്ന് ചോദിച്ചാണ്. ഞാൻ നമുക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു ഇതിൻ്റെ ഈ വക കാര്യത്തിനൊന്നും. അപ്പോൾ എൻ്റെ കൂടെ സഹായിയായിട്ടൊരു ക്രിസ്ത്യാനി ഉണ്ടായി. അവന് താല്പര്യമുണ്ടെന്ന് പറയും. അത് കഴിഞ്ഞ് പുള്ളി ദിവസം വിളിക്കുന്ന ലൊക്കേഷനിൽ ഒരു ഹെൽപ്പർ വേഷം കൊണ്ട് പോയിരുന്നോളാം. അത് അപ്പോൾ ആൾ ചോദിക്കും, ഞാൻ വരാം, എത്ര വെച്ച് കിട്ടുമെന്ന്. അപ്പം മറ്റേ സിനിമ നടൻ ചോദിക്കേ, നീയൊക്കെ ആദ്യമായിട്ട് എത്രയോ പേര് ലക്ഷങ്ങൾ കൊടുത്ത് മുഖം കാണിക്കാൻ വരുന്നത്, നിനക്ക് പൈസ വാങ്ങിച്ചു തരാനോ? നീ വരണ്ടെന്ന് പറയും. അപ്പോൾ എന്തായാലും ഞാൻ അദ്ദേഹത്തിനോട് പറയും അവിടെ ആദിവാസികളുടെ കാര്യം. അപ്പം ഞാൻ ഇത്രയും കാലം പോയിട്ട് അവിടെ നിന്ന് ആദിവാസികളൊന്നും കണ്ടിട്ടൊന്നുമില്ല, നല്ല സ്ഥലമാണ്, നല്ല ഏരിയ, നല്ല ആളുകൾ. എന്നാൽ ശരി. അങ്ങനെ ഞാനും എൻ്റെ സഹായിയായിട്ടുള്ള ആളും കൂടിയാണ് ഒരു ദിവസം രാവിലെ ഈ സിനിമ നടനും ഭാര്യയും ക്ഷേത്രഭൂമി അന്വേഷിച്ച് ഞങ്ങൾ കാറി പോവാണ്. അങ്ങനെ പോണ സമയത്ത് ഇദ്ദേഹം അട്ടപ്പാടി ടൗണിലെത്തിയപ്പോൾ വണ്ടി നിർത്തി. ആ മറ്റേ പള്ളിയെ കാണിച്ചു തന്നു. ഭയങ്കര തിരക്ക് കാര്യം, നല്ല പ്രകൃതി രമണീയമായ സ്ഥലം, അതൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒരാളെ കയറ്റി, ആൾ ബാക്കിലേക്ക് കയറി വന്നു. അപ്പോൾ കയറി വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഈ കയറിയ ആൾ ആദിവാസിയാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞു, ആൾ ആദിവാസി ഒന്നല്ല എന്ന്. അപ്പോൾ ഞാൻ പുള്ളിനോട് ചോദിച്ചു, നിങ്ങൾ ആദിവാസി സമുദായമല്ല? അപ്പോൾ അതേന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ സിനിമ നടൻ ഞെട്ടി. മനസ്സിലായി. അത് കഴിഞ്ഞ് സ്ഥലത്തിൻ്റെ പോണ കവാടം അവിടെ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞത് ആദിവാസി കോളനിയുള്ള കാണണേ. അപ്പോൾ ആൾ പറഞ്ഞു അത് ആദിവാസി കോളനി അല്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ആളോട് ചോദിച്ചോ ആദിവാസി? അപ്പോൾ അതെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ ചോദിച്ചാൽ അതെന്താ? അപ്പോൾ ഞാൻ ചോദിച്ചു, താങ്കൾ എന്താ വിചാരിച്ചത്? ആദിവാസി കോളനി എന്ന് പറഞ്ഞ സിനിമയിൽ കാണുന്ന പോലെ ചെറിയ മൺകൂരകൾ, കുടിലുകൾ, ഇതല്ലേ താങ്കളുടെ ചിന്ത? പിന്നെ ഇവരെ കണ്ടപ്പോൾ നമ്മുടെ സിനിമയിലൊക്കെ കാണുന്ന പോലെ ആളുകളുടെ മുഖത്തിൻ്റെ വ്യത്യാസം, ഇവരെ കണ്ടിട്ട് വേറെ വ്യത്യാസം തോന്നില്ല, അതല്ലേ എന്ന് ചോദിച്ചാൽ അതെ. ഇതൊക്കെ സർക്കാർ പുതിയ പുതിയ കെട്ടിടങ്ങൾ പണിത് കൊടുത്തല്ലേ, നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ല. നിങ്ങൾ ആകെ വന്നത് ഈ സ്ഥലം നോക്കണു, വേറെ അപ്പുറത്തേക്ക് ഇപ്പം നോക്കണില്ല. എനിക്കിത് ഇവരെ കണ്ടപ്പോഴും മനസ്സിലായി, ഈ വീടുകൾ കണ്ടപ്പോൾ മനസ്സിലായി. അത് കഴിഞ്ഞ് പോയി സ്ഥലമൊക്കെ കണ്ടു, നല്ല അടിപൊളി സ്ഥലം. പക്ഷേ ഞാൻ ഇദ്ദേഹത്തിനോട് പറയും നമുക്കിത് പറ്റില്ല. അപ്പോൾ ആൾ ചോദിക്കും അതെന്താ? ഞാനിവിടെ ഇത് വാങ്ങിച്ച് നിർമ്മാണ പ്രവർത്തിക്ക് സാധനങ്ങൾ വാങ്ങിച്ചിട്ടാ. തൊട്ടടുത്ത് പൊള്ളാച്ചിയാണ്. ഈ ആദിവാസികൾ എന്ന് പറഞ്ഞ ആളുകൾ അവർ കാട്ടിലൂടെ സഞ്ചരിക്കാൻ മിടുക്കന്മാരാണ്, നല്ല കായികാധ്വാനം. ഇവിടെ കൊണ്ടിടുന്ന കമ്പി സിമെൻ്റ് എല്ലാം ഇവർ പൊള്ളാച്ചി കൊണ്ട് വിൽക്കും. അതുകൊണ്ട് നടക്കില്ല. അതുപോലെ ഇനി ക്ഷേത്രം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭണ്ഡാരപ്പെട്ടി പോലും ഉണ്ടാവില്ല. ഞാനവർ മോശമായിട്ട് പറഞ്ഞതല്ല, പക്ഷേ തൊട്ടടുത്ത് പൊള്ളാച്ചിയാണ്, അതുകൊണ്ട് നടക്കില്ല. കാര്യം പൊള്ളാച്ചിയിൽ നിന്ന് ആളുകളെ വരുത്താൻ സാധിക്കും, പക്ഷെ നമുക്ക് പറ്റിയ സ്ഥലമല്ല, അത് ഇത്രയും ദൂരത്തിലേക്ക് എത്താനും ബുദ്ധിമുട്ടാണെന്ന് പറയും. അങ്ങനെയാണ് ആ ശ്രമം ഉപേക്ഷിക്കും. അപ്പോൾ അവിടേക്ക് പോകാൻ കാരണം ഭൂമിയുടെ വില കുറവ് നോക്കി പോണതാണ്. നമ്മുടെ ഭാഗത്തൊക്കെ ഭയങ്കര വിലയാണ്. അത് കഴിഞ്ഞാണ് നമ്മുടെ അടുത്ത് സഹായിയായിട്ടൊന്ന് വേറെ ആൾ പൂജയ്ക്ക് സഹായിയായിട്ടുണ്ട്. പുള്ളി സ്ഥലം ബ്രോക്കറാണ്. അപ്പോൾ ആൾ എൻ്റെ അടുത്ത് പൂജയ്ക്ക് വരുമ്പോൾ ഒരു നിവൃത്തിയില്ല എന്ന് പറഞ്ഞു ഗണപതിക്ക് 3 നാരങ്ങമാല ചാർത്താൻ പറയും. അപ്പോൾ അന്നൊന്നും ക്ഷേത്രങ്ങളിൽ നാരങ്ങമാല എടുക്കില്ല. അപ്പോൾ ഞാൻ പറയും നിങ്ങൾ പോയാൽ നടക്കുമോ? അപ്പോൾ ആൾ പറയും ഞാൻ നടത്തും. അപ്പോൾ ഞാൻ എനിക്ക് എന്തെത്ര നടത്തും എന്ന് പറയാൻ, ഞാനൊരു RSSകാരനാണ്, സ്വയം സേവകനാണ്. ഞാൻ കൊടുക്കുന്ന മാല ചാർത്തില്ലെങ്കിൽ ഏതൊരുത്തനായാലും ഞാൻ ശ്രീകോവിലിൽ കയറി ചവിട്ടി കൂട്ടി ഞാൻ ചെയ്യിക്കുമെന്ന് പറഞ്ഞു. എന്നങ്ങനെ എന്തായാലും പുള്ളി പറഞ്ഞ പോലെ പ്രൗഢിയുള്ള ആളാണ്. ആൾ ചെന്ന് മാല ചാർത്തി 3-ാം ദിവസം ആൾക്ക് പൈസ കിട്ടി. ആവാന പൂജയിലേക്ക് വന്നു. ഏലസൊന്നും വാങ്ങിച്ചില്ല. പൂജ കഴിഞ്ഞിട്ടാണ് ആൾ ആവാന പൂജയിൽ വരുന്നത്. അതിന് ശേഷം പുള്ളിയുടെ മകളെ ജർമ്മനിയിലേക്ക് വിട്ടു. സാമ്പത്തികമായിട്ടൊക്കെ നല്ല സ്റ്റഡിയിലേക്ക് എത്തി. അത് കഴിഞ്ഞ് പിന്നെ പലരും ഒരുപാട് പേര് അന്നൊക്കെ പൂജയ്ക്ക് ഭയങ്കര ബുക്കിംഗ് ആയിരുന്നു. 1.5 വർഷം വരെ നമ്മുടെ ആവാന പൂജ ബുക്കിങ്ങുള്ള കാലം, കൊറോണയ്ക്ക് മുമ്പ് 2015,
16-17 കാലഘട്ടത്തിലൊക്കെ 1.5 വർഷം വെയിറ്റ് ചെയ്താലാണ് ഒരാൾക്ക് ആവാനപൂജയിലെത്താൻ പറ്റുള്ളൂ. അപ്പോൾ ആ സമയത്ത് വീണ്ടും നമ്മൾ സ്ഥലം അന്വേഷിക്കുന്നുണ്ട്. തൃശ്ശൂർ പോയി നോക്കി, അട്ടപ്പാടി നോക്കി, പറ്റില്ല. അപ്പോൾ പിന്നെ ഇങ്ങനെ ആലോചിക്കും, ആ സമയത്ത് വിലകുറവ് എവിടെയാണ്? അപ്പോഴാണ് തൊടുപുഴ ഭാഗത്തുനിന്ന് ഒരു പാർട്ടി പൂജയ്ക്ക് വരും. അവർ പറയും ഈ മൂവാറ്റുപുഴയുടെ വടക്കോട്ട് പൈനാപ്പിൾ നടത്തുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്, അവിടെ നിന്ന് അന്വേഷിച്ചാൽ സ്ഥലം കിട്ടും എന്ന്. അപ്പോൾ നമ്മുടെ പഴയ ബ്രോക്കർ സ്ഥലം. എനിക്ക് സംശയമുണ്ട്, ഏത് ഭൂമിയിലും ക്ഷേത്രം സ്ഥാപിക്കാൻ പറ്റുമോ? ഏത് ഭൂമിയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ഷേത്രം സ്ഥാപിക്കാൻ പോകുന്ന ആചാര്യന് ആ ഭൂമി കാണുമ്പോൾ ചൈതന്യം ഉണ്ടോ അതറിയാൻ പറ്റും. അതാണ് മറ്റുള്ളവർ ചെന്നപ്പോൾ നമുക്ക് അവിടെ പല തടസ്സങ്ങളാണ്. അതായത് തൃശ്ശൂർ ജില്ലയിൽ പോയി കണ്ട സ്ഥലം എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴുണ്ട്. 4 ചുറ്റും തോടുണ്ട്, അത് പുഴയുണ്ട്, ചെറിയ പുഴയുണ്ട്. അപ്പോൾ ഇപ്പം ഞാനത് ആലോചിക്കുന്നുണ്ട്, അന്ന് അതാണ് വാങ്ങിയിരുന്നതെങ്കിൽ 4 ചുറ്റും പുഴയാൽ ചുറ്റപ്പെട്ട അത്ഭുത ക്ഷേത്രമായിട്ട് മാറ്റായിരുന്നു. അത് നല്ലൊരു അടിപൊളി സ്ഥലമാണ്. അന്ന് നമ്മുടെ കാഴ്ചപ്പാടിൽ ജനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടേക്ക് എത്തണമെങ്കിൽ പിന്നെ തോണി കിടക്കണം. എനിക്കന്ന് ജനങ്ങളുടെ കാര്യം ആലോചിച്ചിട്ടുള്ള ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ കൊട്ടിയൂരൊക്കെ ആളുകൾ കിടന്ന് കാണിക്കുന്ന കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് അതായിരുന്നു ബെസ്റ്റ്. കാരണം ഈ 4 ചുറ്റും പുഴയൊക്കെ ഉള്ളതുകൊണ്ട് ബോട്ട് സർവീസും അതും ഇതൊക്കെ ആയിട്ട് ആൾക്കാർക്ക് കൂടുതൽ താല്പര്യം വന്നേനെ. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. അന്ന് ഞങ്ങളവിടെ പോയി കണ്ടതാണ്. അത് കഴിഞ്ഞാണ് നമ്മുടെ പെരുമ്പാവൂർ സ്ഥലം മൂവാറ്റുപുഴയിലുള്ള ആളെ വിളിക്കും. അതൊരു ഉത്രാടത്തിൻ്റെ അന്ന് വിളിക്കുന്നത്, നമുക്കിങ്ങനെ സ്ഥലം നോക്കുമ്പോൾ. അപ്പോൾ ആൾ ഉണ്ടാകുമെന്ന് പറയും. അങ്ങനെ മുമ്പ് ചെന്നൊരു 7.5 ഏക്കർ സ്ഥലം കാണും. സ്ഥലം കണ്ടപ്പോൾ ഈ സ്ഥലം വാങ്ങുമ്പോൾ ഏത് ഭൂമിയായാലും, അതായത് ക്ഷേത്രത്തിനായാലും വീടിനായാലും വടക്കോട്ടോ കിഴക്കോട്ടോ ചരിവുള്ള ഭൂമിയെ വാങ്ങാൻ പാടുള്ളൂ. തെക്കോട്ടോ പടിഞ്ഞാറോട്ടോ ചരിവുള്ള ഭൂമിയിൽ ഒരിക്കലും നിങ്ങൾ എന്ത് തൊഴിൽ ചെയ്താലും ശരി, ക്ഷേത്രമായാലും ശരി, വീടായാലും ശരി, ഒരു ഗതി എന്ന് പറഞ്ഞ ജീവിതത്തിൽ ഉണ്ടാവും. ഈ വാങ്ങിക്കഴിഞ്ഞ ചരിവ് അങ്ങനെ ആക്കി എടുത്താലോ? അങ്ങനെ ആക്കാൻ പറ്റുന്ന ഭൂമിയാണെങ്കിൽ കുഴപ്പമില്ല, അല്ലാത്ത ഭൂമിയാണെങ്കിൽ നടപടിയില്ല. അപ്പോൾ എന്തായാലും അവിടെ ചെന്ന് കണ്ടു. അപ്പോൾ ചെറിയ മഴയൊക്കെ ഉണ്ടായി. അപ്പോൾ ഭൂമി കണ്ടപ്പോൾ 7.5 ഏക്കർ സ്ഥലമുണ്ട്. തൊട്ടപ്പുറത്തൊരു വലിയ പാറമടക്കി എടുത്ത വലിയ ഒരു പാറക്കെട്ടിൻ്റെ സംഭവമുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ, അതുമല്ല പല തട്ടായിട്ട് കിടക്കുന്നത്. അപ്പോൾ അവിടേക്ക് വന്നു കഴിയുമ്പോൾ പിന്നെ അതിലൊക്കെ നോക്കും, കാരണം ഈ ക്ഷേത്രത്തിന് സാങ്ഷൻ കിട്ടണ്ടേ. അപ്പോൾ അത് വാങ്ങിച്ചെടുക്കാത്തൊരു ബുദ്ധിമുട്ട്. പിന്നെ അപ്പുറത്ത് വലിയ ഗർത്തം ഉള്ളതുകൊണ്ട് അവിടെ നമ്മൾ ഒരുപാട് പൈസ ലാക്കണ്ടായിരുന്നു. ആളുകൾ വന്ന് കാഴ്ചയ്ക്ക് നല്ല ലൊക്കേഷനാണ്. അപ്പോൾ ഒന്ന് സെൽഫിയൊക്കെ എടുത്ത് ആരെങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് പണിയാവും. അങ്ങനെയൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറയും ഇത് നമുക്ക് എന്തായാലും തോന്നുന്നില്ല, ചെറിയ മഴയൊക്കെ ഉണ്ട്, പക്ഷെ പറ്റില്ല. അപ്പോൾ ആൾ പറയും പുള്ളിയുടെ ഒരു കൂട്ടുകാരനെ വിളിച്ച് കഴിയുമ്പോൾ വേറൊരു സ്ഥലം കാണാമെന്ന് പറയും. അങ്ങനെയാണ് ഇന്ന് കാണുന്ന ദേവഭൂമിയിലെത്തുക. അവിടെ എത്തുമ്പോൾ ഭയങ്കര മഴ, ഉത്രാടത്തിൻ്റെ അന്നാണ്. അവിടെ ചെന്ന ഗൃഹനാഥനെ കാണുമ്പോൾ ആൾ പറഞ്ഞു ഇത്രയും കാലത്തിനിടയ്ക്ക് ഇവിടെ ഇതേപോലെ ഒരു മഴ ഉണ്ടായിട്ടില്ല, അത്രയും ഗംഭീര മഴ. അവിടേക്ക് ചെന്നു, കാര്യങ്ങൾ സംസാരിക്കും. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ പുള്ളി എന്നോട് റേറ്റ് ചോദിക്കും. അപ്പോൾ ആളൊരു റേറ്റ് പറയും. റേറ്റ് പറയുമ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഭയങ്കര വിലയാണ്, അതുകൊണ്ട് ഞാൻ ഒരു റേറ്റ് പറയും. അപ്പോൾ തന്നെ നമ്മുടെ ബ്രോക്കർ ചേട്ടൻ എൻ്റെ കൈമ പിടിക്കും, സാർ ഇങ്ങോട്ട് വന്ന് ശരിയാവില്ല എന്ന് പറയും. പുറത്തേക്ക് കൊണ്ടു എൻ്റെ അടുത്ത് ചോദിക്കും ഇതെന്ത് ഇത്രയും വലിയ റേറ്റൊക്കെ പറഞ്ഞ്, ഇവിടെ ആ റേറ്റൊന്നുമില്ല, പെട്ടില്ലെന്ന് പറയും. അപ്പം ഞാൻ പറയും എന്നോട് നേരത്തെ പറഞ്ഞൊന്നുമില്ലല്ലോ. നമ്മൾ സാധാരണ ഒരു കച്ചവടം എന്ന് പറയുമ്പോൾ അവർ റേറ്റ് പറയുന്നത് നമ്മളൊരു റേറ്റ് പറയുന്ന നല്ല രീതിയല്ല, അല്ലെങ്കിൽ നിങ്ങൾ പറയണം ഇത്രയുള്ള റേറ്റ് അത് പറയാവും. അവസാനം അവർ തമ്മിൽ പറ്റില്ല എന്നുള്ള രീതിയിൽ തർക്കമൊക്കെ ആയി. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ്റെ സംശയം, ഇതിട്ട് വാങ്ങിക്കാൻ വന്നതാരാ, ഇതിൻ്റെ മുതലാളി ആരാ, ബ്രോക്കർ ആരാന്ന് പുള്ളിക്ക് കൺഫ്യൂഷന്. അവസാനം മറ്റേ ആൾ അതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് മുറിച്ചു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു കണ്ട മര്യാദയ്ക്ക് ആ പൈസയ്ക്ക് ഇവർ ലേലം വിളിച്ച് കൊടുക്കാൻ വേണ്ടി ഒരാൾ വാങ്ങിക്കാൻ വന്നില്ല, അപ്പോഴാണ് വന്ന് വെറുതെ കയറ്റി വെച്ച്. ഞാൻ പറഞ്ഞു കയറ്റി വെച്ചാൽ എനിക്കറിയില്ലല്ലോ, നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞില്ല. പിന്നെ ഇവിടെ വന്നപ്പോൾ നമുക്ക് നിമിത്തം എല്ലാം കറക്റ്റായി, വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പോലും ഇല്ല, അത്രയും പെരുമഴയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ടോക്കൺ അടിച്ചു. എൻ്റെ പൈസ ഉണ്ടായില്ല, മകൻ്റെ ഇന്ന് പൈസ വാങ്ങിച്ചു, കാരണം ഞാൻ വെറുതെ സ്ഥലം കാണാൻ പോയതാ. ടോക്കൺ അടിച്ചു, നേരെ മുകളിലേക്ക് മലയാണ് കയറി പോകാം. ആ കയറി പോകുന്ന സമയത്താണ് കാലിൽ പാമ്പ് കൊത്തുന്ന പോലെയുള്ള ഒരു ഫീലായി. ആ ഫീലായി കഴിഞ്ഞപ്പോൾ നോക്കി വല്ലതും ഇനി കൊത്തിയതാണോ, കാടാണല്ലോ. അങ്ങനെ നോക്കുമ്പോൾ അതൊന്നുമില്ല, ഭയങ്കര കടിക്കലും കാര്യം. അങ്ങനെ നോക്കുമ്പോൾ അവിടെ ഒരു വലിയ പാമ്പിൻ്റെ പടം, വലിയൊരു പാമ്പിൻ്റെ പടം കണ്ടു. പിന്നെ ഞങ്ങൾ മുകളിലേക്ക് കയറി ചെന്നപ്പോൾ നല്ല ലൊക്കേഷൻ, നല്ല മലയാണ്. അത് രോഹിത് അവിടെ നിന്ന് വന്ന് കണ്ടാൽ ഞെട്ടിപ്പോവും, അത്ര സെറ്റപ്പ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് തന്നെ നമ്മൾ തേടിയ ദേവഭൂമി. അപ്പം ഞാനന്ന് ശരിക്കും പറഞ്ഞാൽ 8 ഗണപതി ക്ഷേത്രം ഉണ്ടാക്കാൻ വേണ്ടിയാണ് പോകുന്നത്. കാരണം 8 ഗണപതി ഉണ്ട്. ഇപ്പം നമ്മൾ സാധാരണ ഒരു ഗണപതി ക്ഷേത്രം എന്ന് പറയുമ്പോൾ ഒരു ഗണപതിനെ കാണുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം കൊട്ടാരക്കര മഹാഗണപതി അല്ലേ. അപ്പോൾ ശരിക്കും 8 ഗണപതിമാരുണ്ട്. അപ്പോൾ 8 ഗണപതി എന്ന് പറഞ്ഞാൽ ഇത് തന്നെ ചില ആചാര്യന്മാർ 32 ഗണപതി, 32 അവതാരമുണ്ട്, 32ാമത്തെ അവതാരമാണ് മൂഷികൻ എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് 8 മൂലമന്ത്രം. ഇപ്പോൾ രോഹിതൻ്റെ ഉള്ളിൽ 8 പേരുണ്ട്, 8 സഹോദരങ്ങളുടെ 8 പേർക്ക് 8 പേരുണ്ടാവും. 8 പേര് 8 തൊഴിലായിരിക്കും ചെയ്യുന്നത്.
അതേപോലെയാണ് കൃത്യമായിട്ട് മൂലമന്ത്രങ്ങളുള്ള 8 പേരേ ഉള്ളൂ, 32 പേരില്ല. ആ 32 വരുന്നത് ഇവരുടെ വേർഷനാണ്, മറ്റേ 8 കറക്റ്റാണ്. അപ്പോൾ അതിൽ 11 തൃക്കരങ്ങളോട് മഹാഗണപതി. അപ്പം 11 തൃക്കരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഗണപതിക്ക് ഹോമം നടത്തുന്നത് ഹോമം ചെയ്യുക ഗണേശന് കാമിനീനാം വിളങ്ങുവാൻ എന്നാണ് അതിൻ്റെ പ്രമാണം. അപ്പോൾ ഞാനിപ്പോൾ ഹോമം ചെയ്യുക ഗണേശന് കാമിനീനാം വിളങ്ങുവാൻ എന്ന് പറഞ്ഞാൽ, രോഹിത്ത് കാമിനി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും വിചാരിക്കുക? കാമിനി, നമുക്ക് കാമിനി വരാൻ വേണ്ടിയാണ്. അപ്പോൾ കാമിനി എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ അതിൻ്റെ അർത്ഥം? കാമുകി അല്ല. അപ്പോൾ എല്ലാവരും അതാണ് പറഞ്ഞത്, ഈ വാക്കുകൾ കേൾക്കുമ്പോൾ എല്ലാവരും കരുതുന്നത് കാമിനി എന്ന് പറഞ്ഞാൽ കാമുകിയാവാം, ഭാര്യയാവാം, സ്ത്രീയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ യഥാർത്ഥത്തിൽ കാമിനി എന്ന് പറയുന്നത് ധനമാണ്. നമുക്ക് ധനം വരാൻ വേണ്ടിയിട്ടാണ് ഗണപതിക്ക് ഹോമം നടത്തുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് കാര്യത്തിനും ഗണപതിയെ പിടിക്കേണ്ട കാരണം എന്താ? ഏറ്റവും ആദ്യം മനുഷ്യന് പൈസയല്ല വേണ്ടത്. അപ്പോൾ ഭഗവാന് 11 തൃക്കരങ്ങളുണ്ട്. തുമ്പിക്കൈയിലമർന്ന പൊൻകലശവും മറ്റുള്ള കൈ 10ലും നാരങ്ങാഗതയും കരിമ്പു ധനുഷം ശൂലം തഥാ ചക്രവും പിന്നെ പങ്കജമൊട്ട് നീലോൽപ്പലം നെല്ലുമായി കൊമ്പും കൊണ്ടരുളും വിനായകൻ എനിക്കേറ്റം തുണച്ചിടണം. അങ്ങനെയാണ് ഗണപതിയുടെ ധ്യാന ശ്ലോകം. അപ്പം അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് തുമ്പിക്കൈയിൽ അമർന്ന പൊൻകലശം, പിന്നെ മറ്റ് 10 കൈ, അതിലെല്ലാം ഗണപതിയുടെ ആയുധങ്ങളാണ്. അതിലാണ് പൊൻകലശവും മറ്റുള്ള കൈ 10 നാരങ്ങ. ഗണപതിയുടെ ആദ്യത്തെ ആയുധമാണ് നാരങ്ങ. അതുപോലും പല ആചാര്യന്മാർക്ക് അറിഞ്ഞുകൂടാ. അപ്പം 8 ആയുധത്തോടു കൂടിയാണ്, അല്ല 10 ആയുധത്തോടെ ഭഗവാൻ ഇരിക്കുന്നത്. നമ്മൾ ഹോമം നടത്തുന്ന ഭഗവാന്റെ കയ്യിലുള്ള പൊൻകലശത്തിൽ നിന്ന് ഒരു നാണയം നമുക്ക് തരാനാണ് പറയുന്നത്. അത് തന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പോൾ കാമിനി നാം വിളങ്ങാന്ന് പറഞ്ഞാൽ ധനം തരാൻ പറയുന്നു. അപ്പോൾ ഗണപതിയുടെ ആയുധമായ നാരങ്ങ ഭഗവാന് നിഷിക്കാൻ പാടില്ല. അപ്പോൾ ഗണപതി നാരങ്ങ വെട്ടി കൂട്ടിയിട്ട് ഹോമം നടത്താൻ പാടില്ല. അതെങ്ങനെ ഇപ്പോൾ രോഹിതിൻ്റെ ആയുധം തന്നെ കറി വെച്ച് തരാൻ പാടുണ്ടോ? അപ്പോൾ അതുപോലും തെറ്റിദ്ധരിച്ചിട്ടാണ് പിന്നെ ചിലർ നാരങ്ങ വിളക്ക് കൊളുത്തും. അപ്പോൾ ശരിക്കും ഗണപതി മാല വേണ്ടത് ആർക്കാ? ഗണപതി ഭഗവാനാണ്. അതിന് നിങ്ങൾ എവിടെയെങ്കിലും ഗണപതിക്ക് നാരങ്ങമാല കണ്ടിട്ടുണ്ടോ? ഇല്ല. കൊടുക്കുന്ന ആർക്കാ? ഒന്നിലും മുരുകന് കൊടുക്കും, അല്ലെങ്കിൽ ഭദ്രയ്ക്ക് കൊടുക്കും. എടപ്പള്ളി ക്ഷേത്രത്തിലൊക്കെ ചെയ്യാറുണ്ട്. ഇതൊക്കെ നമ്മളുടെ വീഡിയോ കണ്ടല്ലേ ചെയ്യുന്നത്. രോഹിത്തിന് മനസ്സിലാവുന്നില്ല. അതായത് നമ്മളിവിടെ വീഡിയോ ചെയ്ത് ഞാനാണിതെല്ലാം കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ കേരളത്തിലുള്ള പലരും ചെയ്യുന്ന ആചാരങ്ങൾ ഞാൻ മാറ്റം വരുത്തിയതാണ്. അത് നമ്മളിങ്ങനെ നിരന്തരം പറഞ്ഞാണ് ജനങ്ങൾ ശ്രദ്ധിച്ച് കുറച്ച് ചെയ്ത് നോക്കുമ്പോൾ മാറ്റം വരുന്നു. അപ്പോൾ പലർക്കും അറിഞ്ഞുകൂടാ. അപ്പോൾ പലരും ചെയ്യുന്നത് നാരങ്ങ വിളക്ക് എന്ന് പറഞ്ഞാൽ അവർ മുറിച്ചിട്ട് അത് ചാറ് പിഴിഞ്ഞിട്ട് അത് കമത്തി വെച്ച് എണ്ണ വെച്ച് കത്തിക്കും. അതൊക്കെ നിഷിദ്ധമായ വഴിപാടാണ്. കാരണം ഭഗവാന്റെ നാരങ്ങ നിങ്ങൾക്ക് ഉപയോഗിക്കാം, വെള്ളം കുടിക്കാം, അച്ചാറിടാം, അത് ഗുണത്തിന് ഉപയോഗിക്കാനാണ് പറയുന്നത്. അതിന് പകരമായിട്ട് നിഷിക്കാണ്. നാരങ്ങ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ അതാണ് പറഞ്ഞത്, നിഷിദ്ധമാണ്. അതിന് ചെയ്യുന്നവർക്ക് ഇതൊന്നും അറിഞ്ഞുകൂടല്ലോ, ചെയ്യിക്കുന്നവർക്കും ഒന്നും അറിഞ്ഞുകൂടാ. അപ്പം ആചാര്യൻ പറയുന്നു, നിങ്ങൾ ചെയ്യുന്നു. അപ്പോൾ പറയുന്ന ആചാര്യനെ അറിയണ്ടേ? ഇതെല്ലാം നമ്മളുടെ ഗുരുനാഥൻ്റെ അടുത്ത് എത്തുമ്പോഴാണ് ഈ ശ്ലോകമൊക്കെ വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ 11 കൈയുണ്ടെന്നും 10 കൈയിൽ ആയുധമുണ്ടെന്നും? നമ്മൾ ഹോമം നടത്തുമ്പോൾ ഓം വക്രതുണ്ടായ ഹുംഫട്ട് സ്വാഹ എന്ന് പറഞ്ഞ ഗണപതിയുടെ അസ്ത്രമന്ത്രമാണ്. അതിൻ്റെ അർത്ഥം എന്താ? ഓം വക്രതുണ്ടായ ഹുംഫട്ട് സ്വാഹ. പലരും വക്രതുണ്ടായ ധീമഹി വിഗ്മഹ എന്നൊക്കെ പറയുന്നുണ്ട്, അർത്ഥം അറിയില്ലല്ലോ. അപ്പോൾ വക്രതുണ്ടായ ധീമഹി എന്ന് പറഞ്ഞ അസ്ത്രമന്ത്രമാണ്. അതായത് ഈ 10 ആയുധം വെച്ച് അവനെ തീർക്കാനാണ് പറയുന്നത്. ആരെ? നമ്മുടെ ശത്രുവിനെ. അപ്പോൾ ഗണപതി ഹോമം നടത്തുമ്പോൾ പല ഗുണങ്ങളുണ്ട്. അതിന് പല ആചാര്യന്മാർക്കും പലർക്കും ഒന്നും അറിയില്ലല്ലോ. അതായത് പലരും ധരിച്ചു വെച്ചാൽ ഗണപതി എന്ന് പറഞ്ഞാൽ കേതു എന്ന് പറയണേ. കേതു ഗണപതിയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധമില്ല. കേതു എന്ന് പറഞ്ഞാൽ എന്താ? അറിയില്ല. തടസ്സമാണ് അല്ലേ? അപ്പം തടസ്സം തീർക്കുന്നത് ആരാ? ഗണപതിയാണ്. അപ്പോൾ കേതുവിൻ്റെ അതിദേവനാണ് ഗണപതി. അല്ലാതെ കേതുവും ഗണപതിയായിട്ട് യാതൊരു ബന്ധവുമില്ല. അതേപോലെ രാഹു എന്ന് പറഞ്ഞാൽ ആരാ? അത് പറഞ്ഞുകൂടാ. രാഹു എന്ന് പറഞ്ഞ സർപ്പമാണോ? അല്ല. രാഹു കേതു എന്ന് പറഞ്ഞാൽ ആരാ ശരിക്കും? തടസ്സം അല്ല. രാഹു കേതു എന്ന് പറഞ്ഞാൽ സിംഹികേയൻ എന്ന അസുരനാണ്, ആസുരശക്തി. ഈ അസുരൻ അമൃത് പാലാഴി മതം നടത്തുമ്പോൾ അമൃത് മോഷിച്ച് കൊണ്ടുപോയി. അങ്ങനെ സൂര്യനും ചന്ദ്രനും കൂടി മഹാവിഷ്ണുവിനെ കാണിച്ചു കൊടുത്തത് ഈ അസുരൻ അമൃത് മോഷിച്ച് കൊണ്ടുപോകുന്നുണ്ടെന്ന് പറയുമ്പോൾ മഹാവിഷ്ണുവും മഹാസുദർശനം കൊണ്ട് അസുരൻ്റെ കഴുത്ത് ഛേദിച്ച് കഴിയുമ്പോൾ തല രാഹുവായിട്ടും ഉടൽ കേതുവായിട്ടും മാറും. അങ്ങനെ മാറിക്കഴിയുമ്പോൾ അതാണ് ആസുരശക്തി. ഈ ആസുരശക്തികളെ അടക്കുന്ന ദേവതകളാണ് നാഗദേവതകൾ. അല്ലാതെ രാഹു എന്ന് പറയുന്ന നാഗമല്ല. ഓരോ ദശകാലത്തിനും ഓരോ അധിപനുണ്ട്. അവരെ അതിജീവിക്കാനുള്ള മാർഗമാണ് മറ്റുള്ള ദേവതകൾ.
അപ്പോൾ പലർക്കും ഈ കൈകാര്യം ചെയ്യുന്ന പലർക്കും ഇത് അറിഞ്ഞുകൂടാ. അപ്പോൾ കേതു എന്ന് പറഞ്ഞാൽ തടസ്സമാണ്. അപ്പോൾ ഈ തടസ്സം തീർക്കുന്ന ആൾ ഗണപതി. അതേപോലെ കേതുർദേശം വരുമ്പോൾ ഗണപതിക്ക് മാത്രം വഴിപാട് പോരാ, സർപ്പത്തിനും വഴിപാട് ചെയ്യണം. പിന്നെ കേതുവിനെ ചാമുണ്ടിയായിട്ടും ചിന്തിക്കും. ഓക്കെ. അപ്പോൾ ചാമുണ്ടി ദേവിക്കും കടുംബായുസ്സും ഭാഗ്യം. ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് വരും ദിവസം അതെ, പറയാവുന്നതാണ്. അതാണ്. അപ്പോൾ ഇപ്പം നിങ്ങളിപ്പോൾ ഇത്ര നാൾ ഒരുപാട് ഗുരുക്കന്മാർ ഈ വേദിയിൽ വന്നിട്ടുണ്ട്, അവർ പലതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്നതൊക്കെ കേൾക്കുന്നവന് ആദ്യമായിട്ട് കിട്ടുമ്പോൾ അവനത് ശരിയാന്ന് തരും. അപ്പോൾ ശരിക്കുള്ള ശരി വന്നാലല്ലേ ശരിക്കുള്ള ഗുണത്തിലേക്ക് വരുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ കണ്ടതൊന്നുമല്ല ശരിക്കും കാര്യം. അപ്പോൾ 8 ഗണപതിയിൽ 11 ഇറക്കാനോട് മഹാഗണപതി മനുഷ്യനുണ്ടാവുന്ന ഏത് തടസ്സങ്ങളും മാറ്റി പെട്ടെന്ന് കാര്യം നടത്തും. ക്ഷിപ്രഗണപതി പെട്ടെന്ന് കാര്യം സാധിച്ചു തരും. മഹാഗണപതി അത്ര വേഗത്തിലില്ല, ക്ഷിപ്രനാണ് പെട്ടെന്ന്. ഇപ്പം ഇന്ന് ചെയ്ത് ഇന്ന് തന്നെ സഡൻ റിസൾട്ട്, അത് ക്ഷിപ്രഗണപതി. പിന്നെ ശക്തി ഗണപതി, ഇപ്പം നാൾപ്പൊരുത്തം ഇല്ലാതെ കല്യാണം കഴിച്ച് അടിബഹളം, അപ്പോൾ അതിൽ നിന്ന് പരിഹാരം ശക്തി ഗണപതിയുടെ അടുത്തുണ്ട്. പിന്നെ ശത്രുക്കൾ വല്ലാതെ ഉപദ്രവിക്കുകയാണ്, അപ്പോൾ നമ്മൾ ശക്തി ഗണപതിക്ക് ഈ അമാവാസികളൊന്ന് ഹോമം നടത്താം. വെട്ടാൻ പറഞ്ഞാൽ ഭഗവാൻ വെട്ടും. ഇതാണ് ശക്തി ഗണപതി. പിന്നെ കാര്യസിദ്ധി ഗണപതി, ഇപ്പം നിങ്ങൾ ബാങ്കിൽ ഗവൺമെൻറ് ഓഫീസിലൊക്കെ പേപ്പറുകൾ കൊടുക്കുന്നു, എന്ത് ചെയ്തിട്ടും നിങ്ങൾക്ക് പേപ്പർ നേരെ ആവണില്ല. അപ്പോൾ നമ്മൾ കാര്യസിദ്ധി ഗണപതിയുടെ അടുത്ത് വേണം. പിന്നെ വിദേശ ജോലി, പരീക്ഷ ജയം, ഇതെല്ലാം കാര്യസിദ്ധി ഗണപതി. പിന്നെ അടുത്തത് നവനീത ഗണപതി. അപ്പം നവനീത ഗണപതി എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുമ്പോൾ എണ്ണയാണ്, എണ്ണയല്ല. നവനീത ഗണപതി എന്ന് പറഞ്ഞാൽ ഭക്ഷണമാണ്. ഇപ്പോൾ രോഗത്തിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം വേണം, നല്ല രുചി വേണം, നവനീത ഗണപതിക്ക് വഴിപാടിയാണ്. അതുപോലെ ഇനി അസുഖം പിടിപെട്ടു, ഈ അസുഖം പിടിപെട്ടിട്ട് എന്ത് ചെയ്തിട്ട് രോഗം കണ്ടെത്താൻ പറ്റുന്നില്ല, ചികിത്സ ഫലിക്കണില്ല, അപ്പോൾ നവനീത ഗണപതിക്ക് വഴിപാട് ചെയ്താൽ മതി. അപ്പോൾ തീരുമാനമായി, രോഗം കണ്ടെത്തും, അയാൾ ചികിത്സ ഫലിക്കും, രക്ഷപ്പെടും. പിന്നെ ഏകാക്ഷരി ഗണപതി. ഏകാക്ഷരി ഗണപതി ഓർമ്മയാണ്. ഇപ്പോൾ നിങ്ങൾ പെട്ടെന്ന് മറന്നു പോകും. ഇപ്പോൾ സ്ത്രീകളായാലും പഠിക്കുന്ന കുട്ടികളായാലും ഇപ്പോൾ എന്തെങ്കിലും സാധനം എടുത്തു വെച്ചു അത് മറന്നുപോയി. അപ്പോൾ ഓർമ്മയിൽ മുങ്ങി കുളിക്കാനാണ് ഏകാക്ഷി ഗണപതി. പരീക്ഷ ജയം മുതൽ സകല കാര്യവും ഏകാക്ഷി. പിന്നെ ഉദ്ദിഷ്ട ഗണപതി. ഉദ്ദിഷ്ട ഗണപതി തന്നെയാണ് ഉച്ഛിഷ്ട ഗണപതി. അപ്പോൾ നമ്മുടെ പ്രണവമലയിലുള്ള ഗണപതിമാരുടെ പ്രത്യേകത, മഹാഗണപതിയുടെ കൂടെയും ഭാര്യയുണ്ട്, ഈ ഉദ്ദിഷ്ട ഗണപതിയുടെ കൂടെയും ഭാര്യയുണ്ട്, ശക്തി ഗണപതിയുടെ കൂടെയും ഭാര്യയുണ്ട്, ഭാര്യാസമേതനായിട്ടുണ്ട്. അപ്പോൾ ഉദ്ദിഷ്ട ഗണപതി കുടുംബ കലഹങ്ങൾ ഒഴിവാക്കാം. ഓക്കെ. പിന്നെ ഉച്ഛിഷ്ട ഗണപതി എന്ന് പറഞ്ഞാൽ അടുക്കള ഗണപതിയാണ്, അടുക്കള സമൃദ്ധി. ഇപ്പോൾ ഒരു വീട്ടിൽ അടുക്കളയിൽ തീ പുകയണമെന്ന് നമ്മൾ പറയുമല്ലോ, ഭക്ഷണ സാധനം വേണം. അപ്പോൾ അടുക്കള സമൃദ്ധി വരണമെങ്കിൽ ഭർത്താവിനോ ഭാര്യയ്ക്ക് ജോലി വേണ്ടേ? അപ്പോൾ ജോലി കുടുംബൈശ്വര്യത്തിന് വേണ്ടിയാണ് ഉദ്ദിഷ്ട ഗണപതി. വരുമാന ഗണപതിയാണ് ഉദ്ദിഷ്ട ഗണപതി. പിന്നെ ബാലഗണപതി, 13 വയസ്സുള്ള കുട്ടികൾ, അവർക്ക് എപ്പോഴും അസുഖങ്ങൾ വരാം, പിന്നെ മാതാപിതാക്കൾ പറഞ്ഞ അനുസരിക്കാതെ വരെ വികൃതി കാണിക്കുക. അപ്പോൾ ബാലഗണപതിക്ക് ഹോമം നടത്താം, ചെയ്ത് കഴിയുമ്പോൾ കുട്ടി ഓക്കെ. അപ്പോൾ ഈ 8 ഗണപതി ഉണ്ടെങ്കിൽ നമ്മുടെ മനുഷ്യരുടെ ഏത് പ്രശ്നങ്ങൾക്കും ഈസി ആയിട്ട്, അതായത് നമ്മൾ പറഞ്ഞ ആവാന പൂജ വേറെ, പെട്ടെന്ന് ഒരാളെ ഇപ്പം നമുക്ക് എൻ്റെ അടുത്ത് ആവാന പൂജയാണെങ്കിൽ മിനിമം 66,000 രൂപ വേണം. 66,000 രൂപ 10,000 അടച്ച് ബുക്ക് ചെയ്ത് 6 മാസം വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ കൊറോണയ്ക്ക് മുമ്പ് 1.5 വർഷം വെയിറ്റ് ചെയ്യണം, ഇപ്പോൾ 6 മാസം വെയിറ്റ് ചെയ്തത്. കാരണം ആളുകൾക്ക് ആത്മീയത കുറവാണ്. പിന്നെ നമ്മുടെ അടുത്തേക്ക് എത്തി രക്ഷപ്പെടണമെങ്കിൽ അത്രയും ആത്മീയതയുള്ള ഒരാളെ ഇത് പറഞ്ഞ് മനസ്സിലാവുള്ളൂ. അല്ലാത്തവർ പറ്റിക്കപ്പെടുന്നിടത്ത് ചെന്ന് ചാടി മറിയും. ഞങ്ങളങ്ങനെ എടുക്കില്ല. നമ്മൾ വീടിൻ്റെ വാസ്തുവൊക്കെ നോക്കിയിട്ടാണ് പൂജയിലേക്ക് വരുള്ളൂ. അല്ലെങ്കിൽ അവർ വിൽക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ പൂജ എടുക്കുള്ളൂ. ആവാഹന പൂജ ചെയ്യുന്നതിന് മുമ്പ് വാസ്തു നോക്കും. കാരണം രക്ഷപ്പെടാൻ വരുന്ന ആളാണല്ലോ. അപ്പോൾ വിധിക്കാണ്, വീട് വിധിക്കാണ്, ഞങ്ങൾ പൂജ കൊടുക്കില്ല. അവരോട് ചോദിക്കും, നിങ്ങളുടെ വാസ്തു നോക്കുമ്പോൾ, നമ്മുടെ വാസ്തുചാര്യം വന്ന് നോക്കുമ്പോൾ വീട് വിധിക്കാണ്, രക്ഷപ്പെടില്ല എന്നാണ് പറയുന്നത്. അതായത് ഈ ആവാഹന പൂജ ബുക്ക് ചെയ്താൽ വാസ്തുവാചാര്യൻ വീട് പോയി സന്ദർശിക്കും. അല്ല, അതിനൊക്കെ വേറെ പൈസ വാങ്ങും. പക്ഷേ നിങ്ങളിപ്പോൾ വന്ന് പ്രശ്നം നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും പ്രശ്നത്തിൽ വീടിൻ്റെ കണക്ക് തെറ്റാണോ ഇല്ല എന്നുള്ളത്. അപ്പോൾ ഡൗട്ട് അടിച്ചാൽ, അതായത് ചില വീട് നമുക്ക് ശരിയാക്കാൻ പറ്റും. അതായത് മൂലകളിൽ കക്കൂസ് കുഴിയൊന്നും ഉണ്ടാകാൻ പാടില്ല. പിന്നെ ഈശാന കോണിൽ മാത്രമേ അടുക്കള വരാൻ പാടുള്ളൂ. തെക്കിഴക്ക് അഗ്നിമൂലയിലൊന്നും വരാൻ പാടില്ല. കാരണം അതിനൊക്കെ ഓരോ ദേവതകളുണ്ട്. അപ്പം നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഈ ആചാര്യന്മാരിന് ഇതൊന്നും അറിയില്ലല്ലോ. ഈ വാസ്തു നോക്കണമെങ്കിൽ ബേസിക് ജ്യോതിഷം പഠിക്കണം. അത് പാരമ്പര്യ മണ്ടന്മാരുടെ അടുത്ത് പഠിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം അവർക്ക് ഇത് എന്താന്ന് വെച്ചാൽ എന്താണെന്ന് അറിഞ്ഞൂടല്ലോ. പൊട്ടക്കണ്ണന്മാർ ആനയെ കാണാൻ പോയ പോലെയാണ് ശരിക്കും പാരമ്പര്യ മണ്ടന്മാരുടെ ജ്യോതിഷം. നമ്മുടെ ജ്യോതിഷം സൊല്യൂഷനാണ്. ഇപ്പോൾ രോഹിതിന് പറഞ്ഞിടത്തോളം ഈ പ്രണവമലയിൽ 8 ഗണപതിയുടെ കാര്യം തന്നെ മനസ്സിലായല്ലോ. അപ്പോൾ 8 ഗണപതിയെ പ്രതിഷ്ഠിച്ച് ജനങ്ങൾക്ക് രക്ഷപ്പെടുത്താനും അയിത്തത്തിനും അനാചാരത്തിനും അന്ധവിശ്വാസത്തിനും എതിരായിട്ടുള്ള ഒരു പടയോട്ടത്തിനാണ് വന്നത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഞങ്ങൾ ഗണപതി ക്ഷേത്ര ട്രസ്റ്റ് രൂപീകരിക്കാൻ നോക്കി, എന്ത് ചെയ്തിട്ടും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റണില്ല. അങ്ങനെ പല പ്രാവശ്യമായിട്ടും സമയം നീണ്ടു പോകണമല്ലാണ്ട് ക്ഷേത്ര നിർമ്മാണത്തിലേക്ക് എത്താൻ ട്രസ്റ്റ് രൂപീകരിക്കണം. അപ്പോൾ ഞാൻ തന്നെ ജ്യോത്സ്യനുള്ള ഞാൻ രാശി വെച്ച് നോക്കുമ്പോൾ നമുക്കവിടെ
നമ്മൾ ആദ്യം കണ്ടില്ലേ ഈ സ്ഥലമൊക്കെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഭഗവാൻ അവിടെ ഈ പെരമംഗലത്തപ്പൻ എന്ന് പറയുന്ന നാഗരാജാവ് ആൾക്ക് പ്രതിഷ്ഠ കൊടുത്തതിന് ശേഷമാണ് നമുക്ക് ഇതിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പം അത് ആൾ നമ്മളെ കാണിച്ചതാണ്. എനിക്ക് ആദ്യം ഇരിപ്പിടം തന്നിട്ട് മതി മുകളിലുള്ള ലീലാവിലാസം. അപ്പം സാധാരണ നമ്മളൊരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ആദ്യം ഗണപതിയല്ലേ, ഗണപതി അവസാനമാണ് നാഗങ്ങളുടെ സ്ഥാനം അല്ലേ. അപ്പോൾ ഇവിടെ പറഞ്ഞത് എന്നെ മുമ്പിൽ ഇരുത്തിയിട്ട് എനിക്ക് എൻ്റെ സ്ഥലമാണത്, ഇവിടെ ഇരുത്തിയിട്ട് എൻ്റെ പത്തിയിലാണ് പ്രണവമല, അല്ലാതെ കണ്ട് ഒരുക്കാൻ സമ്മതിക്കില്ല. അങ്ങനെ ഭഗവാനെ അവിടെ അപ്പം ഞങ്ങളിത് ഇരുത്തേണ്ടത് എവിടെ, തൽക്കാലം ആഞ്ഞിലിച്ചോട്ടിലിരുത്താണ്. അതിൻ്റെ കാരണം എന്താ, ഈ നാഗദേവതകൾ സുഷുപ്തിയുണ്ട്. ഇപ്പം പ്രണവമലയിൽ സുഷുപ്തിയാണ്. അപ്പം പ്രണവമലയിൽ മാത്രമല്ല സുഷുപ്തി, എവിടെയായാലും സുഷുപ്തിയാണ്. പക്ഷെ മറ്റുള്ളവർക്ക് അവർ സുഷുപ്തി ആചരിക്കുന്നില്ല. കാരണം ഇപ്പോൾ രോഹിത്ത് ഉറങ്ങിക്കിടക്കുകയാണ്, ഞാനപ്പോൾ കൊണ്ടുവന്ന് കുറേ വെള്ളം കോരി ഒഴിച്ച് ഭക്ഷണം വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പം ശല്യമല്ലേ. അപ്പം ശല്യം ചെയ്യുമ്പോൾ ഗുണം ഉണ്ടാവില്ല. അപ്പോൾ സുഷുപ്തിയിലാണ് നമ്മൾ ധൂമ നിവേദ്യം, വേറെ 50 രൂപയുടെ ചിലവുള്ളൂ. പിന്നെ ഹരിദ്ര ഹോമം.